ഹായ് സുഹൃത്തുക്കളെ, വീണാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമ ചെടിയുമായിട്ടാണ്. ഈ അഗ്ലോണിമ എന്ന വാക്ക് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഗ്ലോണിമ ചെടികൾ വളർത്തുന്ന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം നല്ല കളറോടെയും അതുപോലെ നല്ല തിക്നെസ്സോടെ വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങളിലേക്ക് പറഞ്ഞു നൽകുന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് മണ്ണും ചകിരിച്ചോറ്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതിത്ര മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ ചെടിയുടെ ഇലകളെല്ലാം നല്ല ഇളങ്ങി നിൽക്കാൻ വേണ്ടി നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തരാം അതെന്തുവാണ്. ഈ ഇലകളെല്ലാം ഇത്രയും നല്ല കളറോടെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ ഇലകൾ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കും. തുടച്ച് വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഈ ഇലകളുടെ മേളിൽ ഒരു പൂപ്പൽ പെട്ടും അത് പോകാൻ വേണ്ടിയാണ്. കണ്ട, നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഇലകളുടെ കളർ കണ്ട നല്ല കളർ കിട്ടും. അതുപോലെ ഇവയ്ക്ക് കുറഞ്ഞ വെയിൽ തട്ടിക്കാവുള്ളൂ. ഒരുപാട് വെയിൽ തട്ടിച്ചാലും ഇവയുടെ കളറുകൾ ഫെയിൽഡാകും. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മണ്ണിലെന്ന് പറയുമ്പോൾ ഈ മുകൾ ഭാഗത്തെ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ നനവ് ഈർപ്പം മാറിയതിന് ശേഷമേ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മഴ സമയങ്ങളിൽ വെള്ളം ഒഴിക്കുന്നത് നോക്കിയിട്ട് ഒഴിക്കാവുള്ളൂ. മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ച് വീണ്ടും കൊടുക്കാവൂ. വെയിലുള്ള സമയങ്ങളിൽ നമ്മൾ മേൽഭാഗത്ത് മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ നമ്മൾ മഴ കൊള്ളിക്കാതെയും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് മഴ കൊണ്ട് കഴിഞ്ഞാലും ഇതിൻ്റെ മണ്ണിൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ ഇതിനെ നല്ല തിക്നെസ്സായിട്ട് വളരാൻ വേണ്ടി വേറെ കുറേ ടിപ്സുകളുണ്ട്. നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്ത് ഗ്രോത്ത് കിട്ടിയ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഇതിൻ്റെ ഇലകളെല്ലാം കണ്ടാൽ മനസ്സിലാകും നല്ല തിക്നെസ്സോടെ തന്നെ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. നമ്മൾ വെറുതെ ചെടി നട്ടാൽ പോരാ, അതിനെ കെയർ ചെയ്താൽ മാത്രമേ അത് വിജയകരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നല്ല രീതിയിൽ അതുകൊണ്ട് പ്രയത്നിക്കുകയും ചെയ്യണം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അതനുസരിച്ച് ഇതിന് കുഞ്ഞുങ്ങൾ ഒരുപാട് വരും. കണ്ട, ഇതിൽ തന്നെ കണ്ട വീണ്ടും അതിൻ്റെ കുഞ്ഞുങ്ങൾ റെഡിയായി വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് എടുത്ത് മാറ്റി വീണ്ടും കൾച്ചർ ചെയ്യാവുന്നതാണ്. ഇതിലെല്ലാം കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഒരുപാട്. നമുക്കത് വേറെ ചെടി വെച്ചിട്ട് നല്ല രീതിയിൽ വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, നാച്ചുറൽ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലുപൊടി മാത്രമേ ഉള്ളൂ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഇവിടെ തയ്യാറാക്കുന്നതാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ട ഈ മുട്ട് വന്നിട്ടുണ്ടല്ലോ, ഈ മുട്ട് നമ്മൾ ഒടിച്ചു മാറ്റും. എങ്കിൽ മാത്രമേ ഇലകൾ നല്ല തിക്നെസ്സോടെ വീണ്ടും വീണ്ടും കൂടുതൽ വരത്തുള്ളൂ. മുട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇലകളുടെ ഗ്രോത്ത് കുറയും. അതിൻ്റെ ചെറിയ മുട്ട് സഹിതം നമ്മൾ ഒടിച്ചു മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കുന്ന കാര്യം, അത് നമ്മൾ മണ്ണിന് നനവുണ്ടോ നോക്കുന്നുണ്ട്. നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ചെടി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. നനവ് മാറിയതിനു ശേഷം മാത്രമേ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.